Hello and welcome back to Shaji's classroom. Today we are going to learn about personal pronomen in nominative. നോമിനാറ്റീവിലെ പേഴ്സണൽ പ്രൊനോമൻ കേൾക്കുമ്പോൾ വലിയ കാര്യം വിചാരിക്കും. അത് വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ ഞാൻ, നീ, അവൻ, അവൾ, അത്. അതിന്റെ ജർമ്മൻ വാക്ക് പഠിക്കുന്ന അത്രയേ ഉള്ളൂ. ഞാൻ, നീ, അവൻ, അവൾ, അത്, അവര്. ഓക്കെ, വെരി സിമ്പിൾ. അപ്പം ഈഷ്, ദു, എസ്, ഇയർ, ബിയർ, സി. സിമ്പിൾ. ജസ്റ്റ് ലേൺ. എന്താണ് പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയുന്നത്? പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയുന്നത്, നോമിനാറ്റീവിന്റെ പേഴ്സണൽ പ്രൊനോമൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ആർട്ടിക്കിൾ പറഞ്ഞപ്പോഴും പറഞ്ഞു, കർത്താവ് എന്ന കാര്യമാണ്. സബ്ജക്ട് ഓഫ് എ സെന്റൻസ്. ഞാൻ മാങ്ങ തിന്നുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു, അവൻ അത് ചെയ്യുന്നു, അവൻ ഇത് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുന്നത് പേഴ്സണൽ പ്രൊനോമനായിട്ട് നോമിനാറ്റീവിലേക്ക് പറയും. ഓക്കെ, ഞാൻ, നീ, അവൻ, അവൾ, അത്. ഇത് നമ്മൾ ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പിടിക്കാം. ഞാൻ എന്ന് പറഞ്ഞാൽ ഇഷ് അല്ലെങ്കിൽ ഇഹ് എന്ന് പറയും. ഓക്കെ, ഇഷ്. ഓക്കെ, നീ എന്ന് പറഞ്ഞാൽ ദു. ഓക്കെ, അവൻ എന്ന് പറഞ്ഞാൽ യഹ്, അവൾ എന്ന് പറഞ്ഞാൽ സി, അതെന്ന് പറഞ്ഞാൽ യെസ്. ഓക്കെ, വിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ, ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, സി എന്ന് പറഞ്ഞാൽ അവർ. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 4 സി, SIE വരും. ഇവിടെ 4 സി വരും. ഒരു സി എന്ന് പറഞ്ഞാൽ അവളാണ്. അടുത്ത സി എന്ന് പറഞ്ഞാൽ അവർ, ദേക്കും സി എന്ന് ചേർക്കുന്നത്. പിന്നെ നീ എന്ന് പറഞ്ഞ ദൂന് ഇൻഫോർമൽ ആയിട്ട് പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ അദ്ദേഹം അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ന് പറയും, മലയാളത്തിൽ പറയും. അപ്പൊ അതിന് ഫോർമൽ, ഇംഗ്ലീഷിൽ ഒറ്റ വാക്കുള്ളൂ, യു എന്ന് പറഞ്ഞാൽ അത് ഫോർമലി ഇൻഫോർമൽ എല്ലാം അങ്ങനെ. പക്ഷെ ജർമ്മനിൽ സി എന്ന് പറഞ്ഞാൽ താങ്കൾ. ഓക്കെ, അന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പൊ യുവിന്റെ ഇത് വരും. എന്താ പറയുന്നത്? യുവിന്റെ ഫോർമലും വരും, അതിന്റെ യുവിന്റെ സെക്കൻഡ് പേഴ്സൺ പ്ലൂറലും വരും. ആ യുവിന് അതിനും സി ഉപയോഗിക്കുന്നത്, സി. പക്ഷെ യുവിന്റെ ഫോർമൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സി എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ സെന്റൻസ് നടുക്കാണെങ്കിൽ എവിടെയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഉപയോഗിക്കുന്നത് സി എന്ന് പറയുന്നത്, SIE എന്ന് പറയുന്നത്. മറ്റേ അവളുടെയും അവരുടെയും സി വരുമ്പോഴത്തേക്കും സ്മോൾ ലെറ്റർ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഏതാണ്, ഏത് സി ആണ് SIE. അപ്പം ഈ സി SIEയും വ്യത്യാസമുണ്ട്. ഫോർമലായിട്ട് നമ്മൾ ദൂന് പകരം ഉപയോഗിക്കുന്നു, ഇയറിന് പകരം ഉപയോഗിക്കുന്നു. ഓക്കെ, നൗ ഹിയർ ക്വിക്ക്. ഈസ്, ദു, SES, വിയർ, ഇയർ, സി. ഓക്കെ, ഈസ്, ദു, ഞാൻ, നീ, അവൻ, അവൾ, അത്, നമ്മൾ, അവർ. ഓക്കെ, അല്ലെ നിങ്ങൾ, അവർ. ഓക്കെ, യുവിന്റെ ഫോർമുല നിങ്ങൾ എന്ന് പറയും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോന്നിനും സെന്റൻസ് ഉണ്ടാക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. ഇഷ് അല്ലെങ്കിൽ ഇഖ്. ഇഷ് ലേർനെ ഡോയ്ച്ച്, ഞാൻ ജർമ്മൻ പഠിക്കുന്നു. ഇഷ് ബിൻ ലെയർ, ഞാൻ അധ്യാപകനാണ്. ഓക്കെ, ഐ എം എ ടീച്ചർ, ഐ എം ലേണിംഗ് ജർമ്മൻ. അപ്പം ഇഷ് ലേർനെ ഡോയ്ച്ച്, അല്ലെ ഇഷ് ഞാൻ കർത്താവാണ്, സബ്ജക്റ്റ് ആണ്. ഓക്കെ, സബ്ജക്ട് സെന്റൻസ്. ഓക്കെ, then ich bin Lehrer, I am a teacher. ഓക്കെ, ഞാൻ അധ്യാപകനാണ്. അപ്പം ഈഷ് എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് സബ്ജക്ട് ഓഫ് എ സെന്റൻസ് ആണ് വരുന്നത്. ഓക്കെ, ഈഷ്. ദു എന്ന് പറയുമ്പോൾ നീ എന്ന് പറഞ്ഞാൽ ദു സ്പീൽസ് ഫുട്ബോൾ, ദു സ്പീൽസ്റ്റ് ഫുട്ബോൾ, നീ ഫുട്ബോൾ കളിക്കുന്നു. ദു ബിസ്റ്റ് മൈൻ ഫ്രണ്ട്, നീ എന്റെ ഫ്രണ്ട് ആണ്. ദു ബിസ്റ്റ് മൈൻ ഫ്രണ്ട്, നീ എന്റെ ഫ്രണ്ട് ആണ്. ഓക്കെ, ഇപ്പൊ ദു ഉപയോഗിച്ച് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നു. നീ. ഇനി നമ്മൾ എർ എന്ന് പറഞ്ഞാൽ അവൻ. ഓക്കെ, അവൻ എന്താണ് ചെയ്യുന്നത്? എർ കോംഡ് ഔസ് ബെർലിൻ. അവൻ എവിടെ നിന്നാണ് വരുന്നത്? അവൻ ബെർലിൻ നിന്നാണ് വരുന്നത്. എർ കോംഡ് ഔസ് ബെർലിൻ. ഓക്കെ, അല്ലെങ്കിൽ എർ ഈസ് സ്റ്റുഡന്റ്, അവൻ വിദ്യാർത്ഥിയാണ്. ഹീസ് എ സ്റ്റുഡന്റ്. ഓക്കെ, എർ ഈസ് സ്റ്റുഡന്റ്. അപ്പൊ എർ എന്ന് പറഞ്ഞാൽ അവൻ. ഇനി അവൾ, നമുക്ക് അവൾ എന്താ ചെയ്യുന്നത് നോക്കാം. അവൾ, സി ഹൈസ്റ്റ് മരിയ. ഓക്കെ, അവൾ മരിയ എന്ന് അറിയപ്പെടുന്നു. കാരണം ജർമ്മനിൽ പ്രത്യേകത്തെ സെന്റൻസ് ആണ്, ഹൈസ് എന്ന പ്രത്യേകമാണ്. എന്നാൽ ഈ ഹൈസെ, ഷാജി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഷാജി എന്നാകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഹൈസ് എന്ന് പറഞ്ഞാൽ വിളിക്കപ്പെടുക എന്നാണ്. പ്രത്യേകം നമ്മൾ വീണ്ടും പഠിക്കും, നോമിനാറ്റീവ് വെർബിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ ഇതിനകത്ത് സി ഹൈസ്റ്റ് മരിയ, ഷീ ഈസ് കോൾഡ് മരിയ. ഓക്കെ, അവൾ മരിയ എന്ന് വിളിക്കപ്പെടുന്നു. സി arbeitet im Krankenhaus, അവൾ ആസ്പത്രിയിൽ ജോലി ചെയ്യുന്നു. സി arbeitet im Krankenhaus. Krankenhaus മീൻസ് ആസ്പത്രി, അവൾ. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ അവളാണ്.
നീ യെസ് എന്ന ഈറ്റ് അല്ലെങ്കിൽ അത്. ഓക്കെ, അത്. അപ്പോ യെസ് ഈസ്റ്റ് ഐൻ ബുക്ക്, അത് ഒരു പുസ്തകമാണ്. യെസ് ഈസ്റ്റ് ഐൻ ബുക്ക്. യെസ് റേഗ്നറ്റ് ഹോയ്റ്റെ, ഇന്ന് മഴ പെയ്യുന്നു. യെസ് റേഗ്നറ്റ് ഹോയ്റ്റെ. അപ്പം യെസ് അത്. Then wir ഞങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ. Wir lernen zusammen, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. Wir lernen zusammen, നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. Wir gehen ins Kino, നമ്മൾ എങ്ങോട്ട് പോകുന്നു? സിനിമ കാണാൻ പോകുന്നു. Wir gehen ins Kino. ഓക്കെ, അപ്പോൾ wir എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. ihr എന്ന് പറഞ്ഞാൽ നിങ്ങൾ, പ്ലൂറൽ, യുവിന്റെ പ്ലൂറൽ ihr, നിങ്ങൾ. ഓക്കെ, അത് ഇൻഫോർമൽ പ്ലൂറൽ ആണ്. നേരത്തെ പറഞ്ഞു ഇതിന്റെ ഫോർമൽ പ്ലൂറൽ എന്ന് പറയുന്നത് സി എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ സി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇൻഫോർമൽ നിങ്ങൾ. ഓക്കെ, ihr seid müde, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. മ്യൂഡ് മീൻ ക്ഷീണിച്ച്. ihr seid müde. അതേസമയം ആയില്ലല്ലോ, പിന്നെ ക്ഷീണം വന്നത്. ഓക്കെ, അത് ഉദാഹരണം മാത്രം. ഓക്കെ, ihr seid müde, ക്ഷീണിച്ചിരിക്കുന്നു. ihr kommt spät, നിങ്ങൾ വൈകിയാണ് വന്നത്. ihr kommt spät. അപ്പൊ ihr എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ. സി അവർ. ഓക്കെ, ദേ, ഇംഗ്ലീഷ് ദേ എന്ന് പറയും, അവർ. അപ്പോൾ സി വോണൻ ഇൻ മ്യൂൻഷൻ. ഓക്കെ, അവർ മ്യൂണിക്കിലാണ് താമസിക്കുന്നത്. സി വോണൻ ഇൻ മ്യൂൻഷൻ. അല്ലെങ്കിൽ സി ആർബൈറ്റൻ ഇൻ മ്യൂറോ, അവർ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് അവർ. ഓക്കെ, ഇനി ഫോർമൽ സി വരുമ്പോഴത്തേക്കും, ഫോർമൽ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമൽ സി എന്താ ഉദ്ദേശിക്കുന്നത്? യുവിന്റെ അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അത് ഫോർമൽ ആയിട്ട് പറയുമ്പോഴത്തേക്കും എങ്ങനെ നമ്മൾ ചെയ്യും? അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സി സിന്ത് ലേറ, നിങ്ങൾ ഒരു അധ്യാപകനാണോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ, താങ്കളുടെ അധ്യാപകനാണോ എന്ന് ചോദിക്കുന്ന പോലെ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നു. പറഞ്ഞാൽ പ്ലൂറൽ ആയിട്ടല്ല, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പം അവിടെ സി ആണ് ഉപയോഗിക്കുന്നത്, ദു അല്ല ഉപയോഗിക്കുന്നത്, ഇയർ അല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇയർ എന്ന് പറയുന്നത് IHR, ഇയർ എന്ന് പറയുന്നത് നീ, അത് നിങ്ങളുടെ ഇൻഫോർമൽ വേ ആണ്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് വരുന്നത് സി എന്ന് ഫോർമൽ ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും, ഓക്കെ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത്? നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ നീ എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കും, നമ്മൾ റെസ്പെക്റ്റോട് പറയുന്നതാണ്. ഓക്കെ, അതിനാണ് എപ്പോഴും സി സിന്ത് ലേറ, നിങ്ങൾ അധ്യാപകനാണോ. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ട് എന്താണ്? അവൻ, അവൾ, അത്, ഞാൻ, നീ, അവർ എന്നെല്ലാം പറയുന്നതാണ് പേഴ്സണൽ പ്രൊനോമൻ. ഈസ്, ദു, er, sie, es, wir, ihr, sie und sie. Clear? That is personal pronomen im nominative. Okay? Yeah. Thanks. See you next time with another video.